എല്ലാവർക്കും നമസ്കാരം. സുലൂസ് ടി കെ ട്രിക്സ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നോബൽ സമ്മാനം 2023 എന്ന പാഠമാണ്. ആ പാഠഭാഗം അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും സുലൂസ് ടി കെ ട്രിക്സിലൂടെ മറന്നു പോകാതെ എങ്ങനെ പഠിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2023 ഫിസിക്സിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കല്ല? ആൻ ലുലിയർ, പിയറി അഗോസ്റ്റിനി, ഫെറാൻ ക്രൗസ്. ഇവർക്ക് 3 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ആൻ ലുലിയർ, പിയറി അഗോസ്റ്റിനി, ഫെറാൻ ക്രൗസ്. ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ആൻ ലുലിയർ എന്നാണ്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞയാണ് ആൻ ലുലിയർ. പിയറി അഗോസ്റ്റിനിയും ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ഫെറാൻ ക്രൗസ് ഹംഗറി ശാസ്ത്രജ്ഞനാണ്. ഇനി ഇലക്ട്രോൺ ഡൈനാമിക്സ് ഇൻ മാറ്റർ. ഇലക്ട്രോൺ ഡൈനാമിക്സ് ഇൻ മാറ്റർ എന്ന വിഷയത്തിലാണ് ഇവർക്ക് നോബൽ സമ്മാനം നൽകിയിരിക്കുന്നത്. ഇലക്ട്രോൺ ഡൈനാമിക്സ് ഇൻ മാറ്റർ. ഇനി നമുക്ക് പഠിക്കുന്നത് ഈ പറഞ്ഞ പേരുകൾ ഒരു കാരണവശാലും മറക്കാതെ എങ്ങനെ നമുക്കൊരു കോഡിലൂടെ പഠിക്കാമെന്ന് നോക്കാം. ആൻ ലുലിയർ, ആ പേര് പഠിക്കാനായി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള മലയാളത്തിലെ ഒരു സിനിമാ നടിയുടെ പേര് ഇതുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ്. നമ്മുടെ കോഡിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. പേര് ആൻ അഗസ്റ്റിൻ. എല്ലാവർക്കും അറിയാവുന്ന സിനിമ നടിയാണ് ആൻ അഗസ്റ്റിൻ. അഗസ്റ്റിൻ എന്ന സിനിമാ താരത്തിൻ്റെ പുത്രിയാണ് ആൻ അഗസ്റ്റിൻ. അപ്പോൾ നമ്മൾ ആൻ അഗസ്റ്റിൻ്റെ ആന ഇങ്ങെടുക്കുന്നു. ലുലിയർ, ലുലിയർ എന്നുള്ള ഭാഗം പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന കോഡ് ലുലുമാളാണ്. ലുലുമാൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലുലുമാൾ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ്. അത് രണ്ടും നമ്മൾ കോഡിലേക്ക് എടുക്കുന്നു. പിയറി അഗോസ്റ്റിനി. അഗോസ്റ്റിനി എന്ന് പറയുന്ന പേര് നമുക്ക് പരിചയമല്ല, പക്ഷേ നമുക്ക് വളരെ പരിചയമുള്ള പേരാണ് അഗസ്റ്റിൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആൻ അഗസ്റ്റിൻ്റെ പിതാവായിട്ടുള്ള അഗസ്റ്റിനെ നമ്മൾ ഈ കോഡിലേക്ക് എടുക്കുന്നു. അഗോസ്റ്റിനിയുടെ എൻ കഴിഞ്ഞിട്ടുള്ള ആയി മാറ്റി നമ്മളൊരു ഈ ഇട്ടാൽ എന്താകുന്നു? അഗസ്റ്റിനാകുന്നു. നമ്മൾ പി അഗസ്റ്റിൻ എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. പി അഗസ്റ്റിൻ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓർത്തോണം. പിയറി അഗോസ്റ്റിനി. പിയറി അഗോസ്റ്റിനിക്ക് നാം നൽകുന്ന കോഡാണ് പി അഗസ്റ്റിൻ. ഓക്കെ. ദെൻ ഫെറാൻ ക്രൗസ്. ഫെറാൻ ക്രൗസ് എന്ന് പറയുന്ന ഈ ഹംഗറി ശാസ്ത്രജ്ഞനെ നമ്മൾ കോഡിൽ ഉൾപ്പെടുത്തുന്നത് ഫെറാൻ എന്ന പേരിലാണ്. അത് നിങ്ങൾക്ക് പരിചയമുള്ള പേരാണ് ഫെറാൻ. അപ്പോൾ ഫെറാൻ എന്നായിട്ട് നമ്മൾ അദ്ദേഹത്തെ കോഡിൽ ഉൾപ്പെടുത്തുന്നു. ഇനി നമുക്ക് കോഡിലേക്ക്. ആൻ ലുലുവിൽ ചെന്ന് പി അഗസ്റ്റിനെയും ഫെറാനെയും കൂട്ടി നോബൽ പ്ലം കഴിച്ചു. ഇതാണ് നമ്മുടെ കോഡ്. ആൻ ലുലുവിൽ ചെന്ന് പി അഗസ്റ്റിനെയും ഫെറാനെയും കൂട്ടി നോബൽ പ്ലം കഴിച്ചു. അപ്പോൾ ആൻ എന്ന് പറഞ്ഞാൽ ആൻ ലുലുവിൽ ചെന്നു. ആൻ ലുലു എന്ന് പറഞ്ഞാൽ ആൻ ലുലിയർ. പി അഗസ്റ്റിൻ, പിയറി അഗോസ്റ്റിനി. ഫെറാൻ, ഫെറാൻ ക്രൗസ്. നോബൽ പ്ലം, നോബൽ പ്രൈസിൽ പ്ലമ്മിൻ്റെ പി ആർക്കുള്ളതാണ്? ഫിസിക്സിനുള്ളതാണ്. പ്ലമ്മിൻ്റെ പി ഫോർ ഫിസിക്സ്. അപ്പോൾ ഓക്കെ അല്ലേ? നോബൽ പ്ലം കഴിച്ചു. ഈ ഒരു കോഡ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഈ ഫിസിക്സ് സംബന്ധിച്ചുള്ള ഈ 3 ശാസ്ത്രജ്ഞരുടെയും പേരുകൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും മറന്നു പോവില്ല. ആനും അഗസ്റ്റിനും അച്ഛനും മോളുമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരിവിടെ ഏത് നാട്ടുകാരാണ്? ഫ്രഞ്ചുകാരാണ്. ഫെറാൻ ക്രൗസ്, ഫെറാൻ്റെ ഈ 6 എന്തിൻ്റെയാണ്? ഹംഗറിയുടെയാണ്. ഫെറാൻ്റെ 6 ഹംഗറിയുടെയാണെന്ന് ഓർത്തുകൊള്ളുക. അദ്ദേഹം ഹംഗറിയൻ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഫിസിക്സ് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഓക്കെ. അടുത്തത് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരല്ല? മൗങ്കി ബാവൻഡി, ഫ്രാൻസ്. ലൂയിസ് ഇ ബ്രസ്, USA. അലക്സി യക്കിമോവ്, റഷ്യ. മൗങ്കി ബാവൻഡി, ഫ്രാൻസ്. ലൂയിസ് ഇ ബ്രസ്, USA. അലക്സി യക്കിമോവ്, റഷ്യ. ഡിസ്കവറി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഇവർക്ക് 2023 കെമിസ്ട്രിക്കുള്ള രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നൽകിയിട്ടുള്ളത്. ഇനി നമുക്കിവരെ എങ്ങനെയാണ് നമുക്ക് മറന്നു പോകാതിരിക്കാനുള്ള വഴിയിൽ പഠിച്ചു വെക്കാൻ പറ്റുമെന്ന് നോക്കാം. മൗങ്കി എന്ന് പറയുന്ന ഈ ശാസ്ത്രജ്ഞനെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു കഥാപാത്രവുമായി ലിങ്ക് ചെയ്യുകയാണ്. റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ജംഗിൾ ബുക്ക്
എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ലോകത്തുള്ള കുട്ടികളുടെ എല്ലാം പ്രിയപ്പെട്ട കഥാപാത്രമായി മാറി കാർട്ടൂണിലൂടെ കടന്നു വന്ന് മുഴുവൻ കുട്ടികളുടെയും കഥാപാത്രമായി മാറിയ മൗഗ്ലിയെ ഞാനിവിടെ ഈ മൗങ്കിയുമായി ലിങ്ക് ചെയ്യുകയാണ്. നമ്മളിവിടെ ഈ മൗങ്കിക്ക് ഇവിടെ ഒരു എല്ലും കൂടി ഇട്ട് എന്താക്കുന്നു? മൗഗ്ലി ആക്കുന്നു. മൗങ്കിയെ നമ്മൾ ഒരു എല്ലിട്ട് മൗഗ്ലി ആക്കുന്നു. മൗഗ്ലി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള കഥാപാത്രമായി ഈ ശാസ്ത്രജ്ഞൻ മാറി. ലൂയിസ് ഇ ബ്രസ്സിനെ ഞാൻ ലിങ്ക് ചെയ്യുന്നത് ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ മറ്റൊരു രസതന്ത്രജ്ഞനായിരുന്ന സാക്ഷാൽ ലൂയി പാസ്റ്ററുമായാണ്. ലൂയി പാസ്റ്റർ നിങ്ങൾക്കറിയാം, പാസ്റ്ററൈസേഷൻ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ റാബീസ് വാക്സിനും ആന്ത്രാക്സ് വാക്സിനും കണ്ടുപിടിച്ച ഫാദർ ഓഫ് ബാക്ടീരിയോളജി, ജീവാണുശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന സാക്ഷാൽ ലൂയി പാസ്റ്ററെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൂയിസ് ഇ ബ്രസ്സുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. പിന്നെ മറക്കില്ല അലക്സി എക്കിമോവിനെ നമ്മൾ ലിങ്ക് ചെയ്യുന്നത് നമ്മുടെ 2024 ഫെബ്രുവരിയിൽ നിര്യാതനായ അലക്സി നവൽനിയുമായാണ്. റഷ്യയുടെ ലോകം അറിയുന്ന പ്രതിപക്ഷ നേതാവും പുടിൻ്റെ വിമർശകനുമായിരുന്ന അലക്സി നവൽനി ഫെബ്രുവരിയിൽ അന്തരിച്ചു. അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? അലക്സി എക്കിമോവുമായി ലിങ്ക് ചെയ്യുന്നു. രണ്ടുപേരും റഷ്യക്കാരാണ്. ഓക്കെ, അപ്പോൾ ഡിസ്കവറി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്വാണ്ടം ഡോട്ട്സ് എന്ന വിഭാഗത്തിലാണ് ഇവർക്ക് എന്ത് ലഭിച്ചിരിക്കുന്നത്? നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ലൂയിസ് മൗഗ്ലിയെ അലക്സിയാക്കി രാസപരിണാമം വരുത്തി. ഇതാണ് നമ്മുടെ കോഡ്. ലൂയിസ് മൗഗ്ലിയെ അലക്സിയാക്കി രാസപരിണാമം വരുത്തി. 2 പ്രാവശ്യം പറഞ്ഞു പഠിച്ചോളൂ. ലൂയിസ് മൗഗ്ലിയെ അലക്സിയാക്കി രാസപരിണാമം വരുത്തി. ലൂയിസ് ഇ ബ്രസ്, അലക്സി എക്കിമോവ്, മൗങ്കി ബാവണ്ടി. ഓക്കെ, അടുത്തത് വൈദ്യശാസ്ത്രത്തിന് നോബൽ ലഭിച്ചവർ: ഡ്രൂ വൈസ്മാൻ USA, കാറ്റലിൻ കാരിക്കോ ഹംഗറി. ഡ്രൂ വൈസ്മാൻ USA, കാറ്റലിൻ കാരിക്കോ ഹംഗറി. ഇവർക്ക് 2 പേർക്കാണ് വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. നമ്മുടെ കോവിഡിൻ്റെ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഗവേഷണ സഹായങ്ങൾക്കാണ് ഇവർക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. കോവിഡിൻ്റെ mRNA വാക്സിനുകളുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ശാസ്ത്ര പ്രവർത്തനങ്ങൾക്കാണ് ഇവർക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡ്രൂ വൈസ്മാൻ എന്ന് നമുക്കറിയാമല്ലോ, വൈസ്മാൻ ബുദ്ധിയുള്ള മാൻ, വൈസ്മാൻ. ഈ കാറ്റലിൻ കാരിക്കോ എന്ന് പറയുന്ന ഈ പ്രൊണൗൺസിയേഷനെ നമ്മളൊരു ശക്കല മാറ്റി നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് അങ്ങ് മാറ്റുകയാണ്. ഈ കാറ്റലിൻ കാരിക്കോയെ നമ്മൾ മാറ്റി എന്താക്കുന്നു? കാതലിൻ കരിക്കോ. കുഴപ്പമില്ലല്ലോ. നമ്മളിതിനെ എന്താക്കുന്നു? കാതലിൻ കരിക്കോ. നമ്മൾ സ്വന്തമായിട്ടാണല്ലോ കരിക്ക്. അപ്പോൾ നമ്മളിതിനെ പേര് കാറ്റലിൻ കാരിക്കോയെ എന്താക്കി മാറ്റുന്നു? കാതലിൻ കരിക്കോ എന്നാക്കുന്നു. വൈസ്മാനെ അങ്ങനെ നിലനിർത്തുന്നു. നമ്മുടെ കോഡ് ഇതാണ്: ബുദ്ധിയുള്ള മേൻ കരിക്ക് കുടിച്ച് കോവിഡിനെ തോൽപ്പിച്ചു. ഇതാണ് കോഡ്. ബുദ്ധിമാൻ വൈസ്മാൻ. ബുദ്ധിമാൻ കരിക്ക് കുടിച്ച് കോവിഡിനെ തോൽപ്പിച്ചു. ഇത്രയും പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ പേരുകൾ കയ്യിൽ നിന്ന് പോവില്ല. വൈസ്മാൻ, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ വൈസ്മാൻ. കരിക്ക് കുടിച്ചു, കരിക്കോ, കാതലിൻ കരിക്കോ. അവർ 2 പേരുമാണ് വൈദ്യശാസ്ത്രത്തിന് നോബൽ നേടിയവർ. ഓക്കെ, സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം 2023 യോൻ ഫോസെ നോർവേ. JON എന്നാണ് എഴുതുന്നെങ്കിലും പ്രൊണൗൺസ് ചെയ്യുന്നത് യോൻ എന്നാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിചയമുള്ള വാക്ക് യോൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കായ ജോണിലേക്ക് നമ്മൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മാറ്റുകയാണ്, ജോൺ. ഇനി നമുക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ജോൺ ഫോസ എന്നൊരു കോഡ് പിടിക്കുകയാണ്. ജോൺ ഫോസെ എന്ന നോർവീജിയൻ നാടകകൃത്തും നോവലിസ്റ്റും കവിത രചയിതാവുമായ വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരന് നമ്മൾ എങ്ങനെ ഒരു കോഡ് കൊടുക്കുന്നു? ജോൺ ഫോസ എന്ന് പഠിക്കുക. അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ജോൺ ഫോർ സാഹിത്യം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയുടെ പേര് ഇതാണ്, സെപ്റ്റോളജി. ഇത് മറക്കരുത്, സെപ്റ്റോളജിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതി. ഇത്തരം കാര്യങ്ങൾ നമുക്ക് യോൻ ഫോസയെക്കുറിച്ച് പഠിക്കാനുണ്ട്. അടുത്തത് സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ്.
ക്ലോഡിയ ഗോൾഡിൻ, USA. സ്ത്രീകളുടെ തൊഴിൽ വിപണി പഠനങ്ങളും വിലയിരുത്തലുകളും. സ്ത്രീകളുടെ തൊഴിൽ വിപണി പഠനങ്ങളും വിലയിരുത്തലുകളും എന്ന വിഷയത്തിലാണ് നമ്മളുടെ ക്ലോഡിയ ഗോൾഡിന് 2023 നമ്മുടെ നോബൽ സമ്മാനം നൽകിയിരിക്കുന്നത്. ഈ ക്ലോഡിയ എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിംഗ് ഒരു ശകലം മാറ്റി നമ്മളൊന്ന് ഒരു ക്ലിക്ക് കാണിക്കാം. ക്ലോഡിയയുടെ സ്പെല്ലിംഗ് നമ്മൾ മാറ്റുന്നു. CLOUDY, ക്ലൗഡി ഗോൾഡിൻ. ക്ലൗഡി ഗോൾഡിൻ. ക്ലൗഡി ഗോൾഡിൻ എന്ന് പറഞ്ഞ വാക്കിന് ഒരു നല്ല മലയാള അർത്ഥമുണ്ട്. എന്താണത്? സുവർണ മേഘം. ക്ലൗഡി ഗോൾഡിൻ, സുവർണ മേഘം. ക്ലോഡിയ ഗോൾഡിനെ നമ്മൾ എന്താക്കുന്നു? ക്ലൗഡി ഗോൾഡിൻ ആക്കുന്നു. ക്ലൗഡി ഗോൾഡിൻ എന്ന് പറഞ്ഞാൽ സുവർണ മേഘം. നമ്മുടെ കോഡ് ഇതാണ്, ഈ സുവർണ മേഘം. ഈ സുവർണ മേഘം എന്ന് പറഞ്ഞാൽ E ഫോർ എക്കണോമിക്സ്. എക്കണോമിക്സിൽ നോബൽ പ്രൈസ് ആർക്കാണ്? സുവർണ മേഘത്തിനാണ്. സുവർണ മേഘം എന്ന് പറഞ്ഞാൽ ക്ലൗഡി ഗോൾഡിൻ. അടുത്തത് സമാധാന നോബൽ 2023 നർഗീസ് മുഹമ്മദി. ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തകയും സ്ത്രീ വിമോചന പ്രവർത്തകയുമായ നർഗീസ് മുഹമ്മദിക്കാണ് 2023 നോബൽ പ്രൈസ് സമാധാനത്തിന് നൽകിയിരിക്കുന്നത്. 31 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് നർഗീസ് മുഹമ്മദി. ഇപ്പോഴും അവർ ജയിലിൽ തന്നെയാണ്. ആ ധീര വനിതയ്ക്ക്, ആ പോരാളിക്കാണ് 23 എന്ത് നൽകിയിരിക്കുന്നത്? സമാധാന പുരസ്കാരം നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും പരിചയമുള്ള ഒരു പേരാണ് മുഹമ്മദ്. നമുക്കെല്ലാം പരിചയമുള്ള ഇഷ്ടം പോലെ മുഹമ്മദ്മാരുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് എല്ലാവർക്കും അറിയാവുന്ന പേരാണ്. ഞാൻ ആ മുഹമ്മദിനെ ഇവിടെ ലിങ്ക് ചെയ്യുന്നു. മുഹമ്മദ് മുഹമ്മദി. മുഹമ്മദ് മുഹമ്മദി. നമ്മൾ കൊടുക്കുന്ന കോഡ് ഇതാണ്, P മുഹമ്മദി. P മുഹമ്മദി മീൻസ് പീസ് പ്രൈസ് ടു മുഹമ്മദി. P മുഹമ്മദി മീൻസ് പീസ് പ്രൈസ് ടു മുഹമ്മദി. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആർക്കാണ്? നർഗീസ് മുഹമ്മദിക്ക്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 23 നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ട്രിക്കിലൂടെയും കോഡിലൂടെയും ഓർത്തിരിക്കാനും പരീക്ഷയെ ജയിക്കാനും കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.